കനത്ത മഴയിൽ കുമളി ടൗണിൽ ഇടവിട്ട് വെള്ളക്കെട്ട് ഉയർന്നാണ് ഇപ്പോൾ കുമളി മേഖലയെ സംബന്ധിച്ച് പ്രധാനമായ ഒരു സംഭവം. അശാസ്ത്രീയമായ ഓട നിർമ്മാണം എന്നുള്ള ആരോപണം തന്നെ അവിടെ ഉയർന്നു വരുന്ന സാഹചര്യം. എന്തായാലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉയർന്ന സാഹചര്യത്തിൽ യാത്രക്കാരും വ്യാപാരികളും എല്ലാം തന്നെ വലിയൊരു പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ കുമളിയിൽ നിന്ന് ജെറിൻ ചേർന്നുണ്ട്. ജെറിൻ, കുമളി മേഖലയെ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ നടക്കിയ ഒരു സംഭവമാണ്. കുമളി ടൗണിൽ ഇപ്പോൾ ഇടവിട്ട് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടാകുന്നു. ശക്തമായ മഴയാണ് കുമളി മേഖലയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നു. എന്തായാലും ഓട നിർമ്മാണത്തിലെ ഒരു അശാസ്ത്രീയതയാണ് ഇത്തരത്തിൽ ഒരു വെള്ളക്കെട്ടിന് കാരണമെന്നൊരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. യാത്രക്കാരും വ്യാപാരികളും തന്നെ പ്രതിസന്ധിയിലാണ്. അപ്പോൾ ഒപ്പം തന്നെ മുല്ലപ്പെരിയാറിൽ അണക്കെട്ടിലും ജലനിരപ്പ് ഉയരുന്നുവെന്നൊരു വിവരം അറിയാൻ കഴിയുന്നു. എന്തായാലും ആദ്യം കുമളി മേഖലയിലെ ഒരു വ്യാപാരിയുടെ പ്രതികരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക് കിടക്കാം. കാലവർഷം ആരംഭിച്ചിരിക്കുകയാണ്. ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഈ ഓടകൾ നിറയുകയും അതുപോലെ തന്നെ റോഡിൽ വെള്ളം കയറുകയും ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നത്. കാൽനട യാത്രക്കാർക്ക് പോലും വളരെ ബുദ്ധിമുട്ടാണ് ഈ ഓരോ മഴ കഴിയുമ്പോഴുമുള്ള ഇവിടുത്തെ യാത്ര. ഇപ്പോൾ ഓടയിൽ നിന്നുള്ള മുഴുവൻ വെള്ളം ഇതേ റോഡിലേക്ക് കയറുകയും വളരെ ദുർഗന്ധം വമിക്കുകയൊക്കെ ചെയ്യുന്നു. NHന്റെ അശാസ്ത്രീയപരമായ ഈ ഓട നിർമ്മാണമാണ് ഈ വെള്ളക്കെട്ടിന് മുഖ്യ കാരണമായി കാണുന്നത്. അടിയന്തരമായി ഇത് ഇടപെടണമെന്നാണ് ഈ കുമളി നിവാസികളും അതുപോലെ തന്നെ വ്യാപാരികളും അടക്കമുള്ളവരുടെ നിരന്തരമായ ആവശ്യം. ഇതുവരെയും ഇതിനൊരു പരിഹാരം കാണുവാനായിട്ട് അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇനിയും കാലവർഷം വളരെ ശക്തമാകുകയാണ്. ഇതോടുകൂടി ഈ വെള്ളക്കെട്ട് വളരെ രൂക്ഷമാകുകയും അതുപോലെ തന്നെ വാഹനങ്ങൾ വരുമ്പോൾ ഈ വാഹനങ്ങളിൽ നിന്നും വെള്ളമടിച്ച് കടകളിലേക്കൊക്കെ കയറുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇനിയും ഉണ്ടാകാൻ പോവുകയാണ്. എത്രയും വേഗം ഇതിനൊരു നടപടി ഉണ്ടാകണം എന്നാണ് ഈ വലിയ മഴ വരുന്നതിന് മുമ്പേ അധികൃതർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ശരി ജെറിൻ, തുടരാം. കുമളി ടൗണിൽ നിലവിൽ ഇപ്പോൾ എന്താണ് സാഹചര്യം? ഒപ്പം തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലും ജലനിരപ്പിൽ എത്രത്തോളം ഉയർച്ചയുണ്ടെന്ന വിശദാംശങ്ങൾ. ഇതിൽ പുലർച്ചെ മുതൽ തന്നെ അതിശക്തമായ മഴയാണ് കുമളി മേഖലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കേട്ട വ്യാപാരികളുടെ പ്രതികരണം പോലെ ഏറ്റവും പ്രധാനമായിട്ട് തന്നെ കുമളി മണ്ടമ്പേട് ജംഗ്ഷൻ മുതൽ കുമളി ടൗണിലെ പമ്പ് വരെയുള്ള ഭാഗങ്ങളിലാണ് പ്രധാനമായും വെള്ളക്കെട്ടുണ്ടാകുന്നത്. ഇത് വ്യാപാരികൾക്കും തുടർന്ന് തന്നെ യാത്രക്കാർക്കും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അശാസ്ത്രീയമായ ഒരു ഓട നിർമ്മാണമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ചെറിയ മഴയിൽ പോലും ഇവിടെ വെള്ളക്കെട്ടുണ്ടാകുന്നത് നമ്മൾ നേരത്തെയും വാർത്തകളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേ പ്രശ്നം തന്നെ ഇന്ന് രാവിലെ മുതലുണ്ടായ വലിയ മഴയിലാണ് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട് ഇവിടെ രൂപപ്പെടുകയും വാഹനങ്ങൾക്ക് പോലും പുറത്തു പോകാൻ മേലത്തെ സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നത്. അതേസമയം നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയുമുണ്ടായി. രാവിലെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തുറക്കാൻ വന്നപ്പോഴൊക്കെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ വെള്ളം കയറി കിടക്കുന്ന ഒരു കാഴ്ചയാണ് മിക്ക വ്യാപാരികൾക്കും ഉണ്ടായത്. പിന്നീട് ഇവയെ വെള്ളം ഇറങ്ങിയതിനു ശേഷം ഇതെല്ലാം വൃത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നത്. അല്പസമയം കഴിഞ്ഞതോടെ മഴയ്ക്ക് ചെറിയൊരു ശമനം ഉണ്ടായതോടെ വെള്ളക്കെട്ട് പൂർണ്ണമായും തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. എന്നാൽ പിന്നീട് വീണ്ടും മഴ ആരംഭിച്ചതോടുകൂടി തന്നെ പ്രദേശത്ത് വീണ്ടും വെള്ളക്കെട്ട് വ്യാപകമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രധാനമായും നാഷണൽ ഹൈവേ അതോറിറ്റി ഇതിന് കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയില്ല എങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ വലിയ മഴ ഉണ്ടായാൽ കുമളിയിൽ ഉൾപ്പെടെയുള്ള യാത്രാ നിരോധനം വരെ ഏർപ്പെടുത്തേണ്ട ഒരു അവസ്ഥയുണ്ടാകും. അത്തരത്തിൽ രൂക്ഷമായ ഒരു പ്രശ്നമാണ് ഉണ്ടാകുന്നത്. ഇത് യാത്രക്കാർക്കും അതോടൊപ്പം തന്നെ വ്യാപാരികൾക്കൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഈ വെള്ളക്കെട്ട് നേരത്തെ മുതൽ തന്നെ നീക്കം ചെയ്യണമെന്ന ആവശ്യമൊക്കെ ഉയർന്നിരുന്നുവെങ്കിലും അധികാരികൾ നടപടി സ്വീകരിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ കുമളി ടൗണിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ ഇടപെട്ട് ഒരു അരമണിക്കൂർ ഇടപെട്ട് വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ കനത്ത മഴയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഇപ്പോൾ 115.65 അടിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നലെ 114 അടിയിൽ എത്തിയ ജലനിരപ്പാണ് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരടിക്ക് മുകളിലേക്ക് വെള്ളം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മിനിങ്ങാനത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 25 മില്ലിമീറ്റർ മഴ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 24 മണിക്കൂറോടെ 55.8 മില്ലിമീറ്റർ മഴയാണ് അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തേക്കടിയിലും അതോടൊപ്പം തന്നെ മഴയുടെ അളവ് 36.2 മില്ലിമീറ്ററാണ്. തേക്കടിയിൽ പെയ്ത മഴയുടെ അളവ് കഴിഞ്ഞ 24 മണിക്കൂറോടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ്നാട് അണക്കെട്ടിൽ നിന്ന് 100 കനടി വെള്ളം കൊണ്ടുപോകുമ്പോൾ അണക്കെട്ടിലേക്ക് സെക്കൻഡിൽ 1648 കനടി വെള്ളമാണ് ഇപ്പോൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകൾ നോക്കിയാൽ 500 കനടി മാത്രം വെള്ളമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തത്. അതിപ്പോൾ തന്നെ 3 ഇരട്ടിയോളം വർദ്ധിച്ചു. വരും മണിക്കൂറുകൾ തന്നെ അത് കൂടുതൽ വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്താൻ സാഹചര്യമുണ്ട്. നിലവിൽ അതുപോലെ തന്നെ ഒരു വലിയ മഴയാണ് കുമളിയുടെ വിവിധ മേഖലകളിൽ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. കുമളി ടൗണിൽ ഉൾപ്പെടെ പുലർച്ചെ മുതൽ ആരംഭിച്ച മഴ ഒരു 1/4 മണിക്കൂർ ഇടവിട്ട് വീണ്ടും മഴ വലിയ ശക്തമായി തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നു.